ഏതോ കിഴക്ക് ദേശത്ത് എവിടെ നിന്ന് എവിടാണെന്നൊന്നും അറിയാൻ പാടില്ല. ഏതോ സ്ഥലത്ത് നിന്ന് ജ്ഞാനികൾ എത്തി. ജ്ഞാനികൾ എന്ന് പറയുമ്പോൾ ഇവരെ വാനനിരീക്ഷകരായ ശാസ്ത്രജ്ഞന്മാര് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരെപ്പോഴും ആകാശത്തെ നക്ഷത്രങ്ങളെ വീക്ഷിച്ചിരുന്ന ആളുകളാണ്. അപ്പൊ അവരാണ് അവിടെ എത്തുന്നത്. അപ്പോൾ പൗരസ്ത്യ ദേശത്ത് നിന്നും ജ്ഞാനികൾ എത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കണം, നൂറ്റാണ്ടുകളായി മിശിഹ വരുമെന്ന് യഹൂദന്മാർ പ്രതീക്ഷിച്ചിരുന്നു. മിശിഹ വരുമെന്ന് കാത്തിരുന്ന ഒരു ജനതയാണ് യഹൂദ ജനത. നൂറ്റാണ്ടുകളായിട്ട് യഹൂദ ജനതയ്ക്ക് അറിയാമായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കാണും, എവിടെയാണ് മിശിഹ ജനിക്കുന്നത് എന്ന ചോദ്യം ഹെറോദേസ് ചോദിക്കും. അല്പം കഴിയുമ്പോൾ ചോദിക്കുന്ന സമയത്ത് നിയമജ്ഞരും പണ്ഡിതന്മാരും പെട്ടെന്ന് ഉത്തരവുമായിട്ട് റെഡിയായിട്ട് എത്തുകയാണ്. അത് ബേത്ലഹേമിലാണ്, ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിലാണ്. ബേത്ലഹേം എഫ്രാത്തയിലാണ് ജനിക്കുന്നത്. അപ്പോ അവർക്കറിയാം കർത്താവ് ജനിക്കും. കർത്താവ് എവിടാണ് ജനിക്കുന്നത്, കർത്താവ് ജനിക്കുന്ന കാലം അല്ലെങ്കിൽ കർത്താവ് ജനിക്കാനുള്ള സാഹചര്യം എല്ലാം അറിയാം. പക്ഷെ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവര് കർത്താവിന്റെ സ്വരം കേൾക്കാതിരുന്നപ്പോ ദൈവം പൗരസ്ത്യ ദേശത്തെ വിജാതീയരായ 3 വാനനിരീക്ഷകന്മാർക്ക് ഇത് വെളിപ്പെടുത്തി കൊടുത്തു. ഇസ്രായേലിന്റെ രക്ഷകനിതാ ബേത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു.